ആഗോള ക്രൈസ്തവ ഐക്യത്തിന് ആഹ്വാനം ചെയ്ത് ലിയോ 14 മാർപ്പാപ്പ. സഭകൾക്കിടയിലെ തെറ്റുകുറ്റങ്ങളും വീഴ്ചകളും മറക്കുവാനും സമാധാനത്തിനായി ഒന്നിച്ചു നിൽക്കുവാനും പാപ്പ ആഹ്വാനം ചെയ്തു. ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നപരിഹാരത്തിന് 2 രാഷ്ട്രം ഉണ്ടാവുക മാത്രമാണ് പോംവഴിയെന്നും മാർപ്പാപ്പ പറഞ്ഞു. മെയ് മാസത്തിൽ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം പോപ്പിന്റെ ആദ്യ വിദേശയാത്രയാണിത്. സഭയ്ക്കുള്ളിലുണ്ടാകേണ്ട ഐക്യത്തെപ്പറ്റിയും സഭയും ഇതര സഭകളും തമ്മിലുണ്ടാകേണ്ട ഐക്യത്തെപ്പറ്റിയും ക്രൈസ്തവരും ഇതര മതങ്ങളും തമ്മിലുണ്ടാകേണ്ട ഐക്യത്തെപ്പറ്റിയും മാർപ്പാപ്പ തുർക്കി ലെബനൻ യാത്രയിലുടനീളം സംസാരിച്ചു. സഭയും ഇതര സഭകളും തമ്മിൽ ഐക്യമുണ്ടാവണമെന്നും പരസ്പരം ഭ്രഷ്ട് കൽപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകരുതെന്നും മാർപ്പാപ്പ ഊന്നി പറഞ്ഞു. ലെബനനിൽ 3 ദിവസത്തെ സന്ദർശനമാണ് പാപ്പ നടത്തുക. മാതൃരാജ്യത്ത് തുടരുന്നതും സ്നേഹത്തിനും സമാധാനത്തിനുമായി പ്രവർത്തിക്കുന്നതും ഏറെ വിലപ്പെട്ട കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സമാധാനം നിലനിർത്താൻ നമ്മൾ എപ്പോഴും പോരാടുന്നത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജീവൻ സംരക്ഷിക്കുവാനും നാം നിരന്തരം പോരാടണമെന്നും പാപ്പ ആവശ്യപ്പെട്ടു. മേഖലയിലുടനീളം സമാധാന ദൂതനായാണ് താൻ എത്തിയിരിക്കുന്നതെന്നും പാപ്പ പറഞ്ഞു. ലെബനോനിൽ പാപ്പ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവരെ കാണുകയും മതാന്തര സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ബെയ്റൂട്ടിൽ ദിവ്യബലി അർപ്പിക്കുകയും ചെയ്യും. പാപ്പയെ വരവേൽക്കാനായി വത്തിക്കാൻ പതാകകൾ പിടിച്ച് വലിയ ജനക്കൂട്ടം തെരുവുകളിൽ അണിനിരന്നിരുന്നു. ഇസ്രായേൽ പാലസ്തീൻ യുക്രൈൻ റഷ്യ സംഘർഷങ്ങളെക്കുറിച്ച് തുർക്കി പ്രസിഡന്റ് എർദോഗനുമായി ചർച്ച ചെയ്തതായി പാപ്പ പറഞ്ഞു. 2 യുദ്ധങ്ങളും അവസാനിപ്പിക്കാൻ തുർക്കിക്ക് ഒരു പ്രധാന പങ്കുവഹിക്കാൻ കഴിയുമെന്നും മാർപ്പാപ്പ പറഞ്ഞു.